അസ്സലാമലൈക്കും. നമസ്കാരം. ഞാൻ സിദ്ദീഖ് വണ്ടൂരാണ്. ഒരു 3 ബയാളിൻ്റെ കഷ്ണം കിട്ടി. പാര, നമ്മുടെ നാട്ടിൽ പാര എന്നല്ല പറയാം. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഗ്യാസിൽ ഒരു പാത്രം വെച്ച് ചൂടായിട്ട് ലേശം എണ്ണ ഒഴിച്ച് കൊടുത്ത് അത് ചൂടായിട്ട് ഞാൻ ഒരു വലിയ ഉള്ളി, 2 തക്കാളി, ഒരു 5-8 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ടുള്ളൂ, വലുതാക്കി പീസാക്കിയിട്ട് ആ എണ്ണയിലോട്ട് ഒഴിച്ച് കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, 2-3 മിനിറ്റ് ആയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. ഒന്ന് തണുത്ത് വന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഒന്നാണ് തണുത്ത് വന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ആ പാത്രം തന്നെ ഗ്യാസും വെച്ചിട്ട് ചൂടായിട്ട് ലേശം എണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഉലുവട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് കരിഞ്ഞ് വരണം കേട്ടോ, പറ്റ കരിഞ്ഞു പോകരുത്. അപ്പോഴേ ആ മീൻകറിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. പറ്റന് കരിഞ്ഞു പോവുകയും ചെയ്യരുത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് മൂപ്പായിട്ട് ഗ്യാസ് ഓഫാക്കുക. അത് നിന്നിട്ട് മസാല ഇടുക. ഞാൻ ഒരു 1.5 സ്പൂണ് മീൻ മസാല എടുത്തിട്ടുള്ളത്, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. നിങ്ങൾക്ക് കാശ്മീർ ചില്ലിയോ മുളക് പൊടിയോ എന്ത് വേണമെങ്കിലും ഇട്ടുള്ളതുകൊണ്ട് കേട്ടോ, കളറും കിട്ടും. പക്ഷെ ഞാനത് ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. എരിവിന് പച്ചമുളക് ഞാൻ അധികം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ആ തീ കത്തിച്ചിട്ട് ഒന്ന് ആ മസാല ഒന്ന് ഇളക്കിയിട്ട് അതിലോട്ട് അരച്ച് വെച്ച് തക്കാളി, ഉള്ളി, ഇഞ്ചി ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു പുളിയുടെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് തിളച്ച് വന്നിട്ട് മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ആ കഴുകി മാറ്റി വെച്ച് മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊരു 5 മിനിറ്റ് തിളച്ചാൽ മതി കേട്ടോ. 5 മിനിറ്റ്, മീനാണ് പെട്ടെന്ന് വേവും. 5 മിനിറ്റ് തിളച്ചിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് അതൊന്ന് അമർത്തി കൊടുക്കുക. ഗ്യാസ് ഓഫാക്കിയിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി, ഇത് നാടൻ കുരുമുളകാട്ടോ, അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല ഗ്രേവി ഉണ്ടാവും, അടിപൊളിയാട്ടോ.